ചൊരിഞ്ഞ അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാതൊക്കെ സ്വർഗം ഒരുക്കുമാറാണ് നോട്ടോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ ഹാലല് എല്ലാ ഹൃദയങ്ങളെ ആദരങ്ങളെ ശോധന ചെയ്ത കർത്താവിന്റെ തിരുവചനം കർത്താവെ എന്റെ പ്രസന്നയുടെ കർത്താവെ ചൊരിയുമ്പോൾ കർത്താവെ അടിയങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാതൊക്കെ തൽക്കാലം ഇടയാക്കേണ്ടതിനായി കുറിച്ചോടെ പ്രാർത്ഥിക്കുന്നു. ഒന്നുപോലും കുറയാതെ കർത്താവെ നിന്റെ മഹത്വമേറിയ ശുശ്രൂഷ വരമേൽപ്പിച്ച് കർത്താവ് എന്റെ പ്രസന്ന ദൈവം അനേകർക്ക് പ്രയോജനമായി വെളിച്ചമായി തീരുവാതൊക്കെ സ്വർഗം ഒരുക്കുന്നത് ഓർത്ത് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന ആദ്യോടെ കർത്താവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ജീവിതത്തിലെല്ലാം അനുഗ്രഹവും രൂപാന്തരമായി തീരുവാൻ, ഭവനത്തിലായിരിക്കുന്നവർക്ക് വിടുതലായി തീരുവാൻ, സൗഖ്യമായി മാറുവാൻ എന്റെ യേശുവിന്റെ കരം അത്ഭുതം പ്രവർത്തിപ്പാതൊക്കെ ഇന്ന് തൽക്കാലം ഇടയാക്കണതായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ലൊരു അവകാശം പ്രാപിച്ച് കൊള്ളപ്പം കിട്ട് കർത്താവെ കിട്ടിയതുപോലെ എന്റെ ദൈവത്തിന്റെ നിധിയായ സ്വർഗീയ വചനം കൊണ്ട് സ്വർഗീയ മന്ന കൊണ്ട് കർത്താവിന്റെ ഒഴിപ്പിച്ച അനുഗ്രഹമായി തീരുവാതൊക്കെ സ്വർഗം ഇടയാക്കണം. തൃക്കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കും, മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനായി പ്രിയ നമ്മളെ ക്ഷണിക്കും. Praise the Lord.
നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുറന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അജി ജോയി ബ്രദർ അവൈലബിൾ ആണെങ്കിൽ സന്തോഷം, പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ഇന്നത്തെ ദൈവവചന പഠനത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അജി ബ്രദറിനെ കാണുന്നില്ല. സ്തോത്രം. നോഹ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. നോഹ ബ്രദർ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നല്ല കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾ കടന്നു വരുന്ന കർത്താവെ, അങ്ങയുടെ വചനം കർത്താവെ ശ്രവിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ പ്രായോഗികമായിട്ടും കർത്താവെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതായ വിഷയങ്ങളെ പറ്റിയുള്ളതായ ഈ പഠനം കർത്താവെ സ്വർഗം ഹല്ലേലൂയ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസന ശക്തിയോടെ ഹല്ലേലൂയ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉള്ളങ്ങനെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ആയിരിക്കുന്ന എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ എല്ലാവരെയും സ്വർഗം സഹായിക്കണമേ കർത്താവ്. എല്ലാവരും കർത്താവ് ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഉണർന്നും കർത്താവെ ഞങ്ങൾ പ്രത്യാശയും മുറുകെ പിടിച്ചും ബലത്തോടെ നിൽപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവവചന പഠനമെല്ലാം കർത്താവെ ഞങ്ങൾക്കും കർത്താവെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുഗ്രഹകരമായി സ്വർഗം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ നല്ല സമയത്ത് കർത്താവെ തൃപ്പാദത്തെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വർഗം സഹായിക്കണം, അനുഗ്രഹിക്കണം കർത്താവ്. വിവിധ സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. സ്വർഗം സഹായിക്കണമേ, നന്മയ്ക്കാക്കി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയാക്കണം. നല്ല പിതാവേ, ആമേൻ ആമേൻ. തുടർന്ന് നമ്മുടെ അലീഷമ്മയുടെ ഒരു പാട്ടോടെ കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കാം. പ്രിയ പൈതലിനെ ഒരു ഗാനം പാടാൻ വേണ്ടി ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. തേനിലും മധുരം വേദമല്ലാതുണ്ട് തോഴാ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. തേനോട് തേങ്കൂടതിലെ നൽ തെളിത് ഇതിനു സമമോ തോഴാ. ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴാ. ഗമപദ പാമഗരി ഗമപമാഗിരി സരി ഗരി സനി പസ പനി സനി സരി സരി ഗരി ഗമ സനി ഗമ മഗരി സരി ഗമ പ ഗമ പ മഗരി സരി ഗമ പ പദ പ മപ മ ഗമ ഗ ഗമ പ സരി രി ഗമ പ സരി ഗമ ഗമ പ ഗമ പ രി ഗമ സരി ഗ നി സരി പനി സ നി സരി സരി ഗ രി ഗമ ഗമ പ പദ പദ പ മരി മഗരി സഗരി നി സ നി പ സ നി പ സരി സ സഗരി ഗമ പ നി സ സ നി സ സ സരി ഗിരി കിരി രി ഗി ഗമ രി ഗ പ പ പ സരി ര പ ഗ പ പ സ ര പ മ ഗ പ സ ര പ മ ഗ പ മഗരി സ നി സ. തേനിലും മധുരം വേദമല്ലാതുണ്ട് തോഴാ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. ആമേൻ. ലിഷമോളെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കാൻ പോവാണ്. ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നവരെല്ലാം ഓൺ ചെയ്യണം. നമുക്ക് പരസ്പരം കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സിലെ കല്ലിടുന്ന ശുശ്രൂഷയെക്കുറിച്ചും ഭവന പ്രതിഷ്ഠയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ആരാധനാലയത്തിന്റെ പ്രതിഷ്ഠയെക്കുറിച്ചാണ്. ആരാധനാലയത്തിന്റെ സമർപ്പണം അല്ലെങ്കിൽ പ്രതിഷ്ഠ. There are three things in this topic. ഈ ഹെഡിങ്ങില്
അല്ലെങ്കിൽ ആരാധനാലയ പ്രതിഷ്ഠയിൽ 3 കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. സ്തോത്രം. അതിലൊന്ന് ആരാധന, 2 ആലയം, 3 പ്രതിഷ്ഠ അല്ലെങ്കിൽ സമർപ്പണം. നമ്മള് ഇത് 3 എന്ന് ചിന്തിക്കും. വാട്ട് ഈസ് വർഷിപ്പ്? എന്താണ് ആരാധന? നമ്മള് വിശ്വാസികളായ നാം ഏറ്റവും അധികം പറയുന്നൊരു പദമാണ് ആരാധന എന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് വർഷിപ്പ്? An expression of reverence and adoration for a deity. അന്നേരം ഹൃദയത്തിൽ നിന്നുള്ള ദൈവത്തോടുള്ള ആദരവാണ് ആരാധന എന്നുള്ളത്. സ്തോത്രം. We give our deepest affections and highest praise to God. ദൈവത്തോടുള്ള ആഴമാർന്ന സ്നേഹം, ഡീപ്പസ്റ്റ് ലവ് ഓർ അഫെക്ഷൻ. സ്തോത്രം. അതുപോലെ തന്നെ സാധാരണ നിലയിൽ ഒരു നന്ദി പറയുകയല്ല ദൈവസന്നിധിയിൽ നമ്മൾ. ഹൈഗസ്റ്റ് പ്രൈസ്, ഉന്നതമായ നിലയിൽ. എത്ര നമ്മൾ അറിയത്തില്ലേ, 1000 നാവുകൾ കൊണ്ട് വർണ്ണിച്ചാലും ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, അല്ലേ? അതാണ്. അന്നേരം ആഴമേറിയ സ്നേഹം ആരാധനയിൽ വെളിപ്പെടുന്നു. ഉന്നതമായ നന്ദി പ്രകടനം ആരാധനയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിനു സ്തോത്രം. നമുക്ക് 2 വാക്യങ്ങൾ വായിക്കണം. ഒന്ന് പഴയ നിയമത്തിൽ നിന്നും, വേറൊന്ന് പുതിയ നിയമത്തിൽ നിന്നും. Deuteronomy chapter 6 verse 5, ആവർത്തനം 6:5, മത്തായിയുടെ സുവിശേഷം 22:37 വായിക്കാം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്റെ ദൈവമായ യഹോവയെ എന്ത് ചെയ്യണമെന്നാ? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ആമേൻ. അന്നേരം പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും പറയാനുള്ളത്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഒരു ആരാധനയിൽ നമ്മുടെ ഹൃദയത്തിനൊരു സ്ഥാനമുണ്ട്. ഒരാമേൻ പറയാമോ? സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ ആരാധനയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. ആരാധനയിൽ ആത്മാവിനൊരു സ്ഥാനമുണ്ടെന്നേ. ആരാധനയൊന്നും ജൽപ്പനമൊന്നുമല്ല. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അന്നേരം ആത്മാവിന് ഒരു സ്ഥാനമുണ്ട് ആരാധനയിൽ. ആരാധനയിൽ നമ്മുടെ മനസ്സിനൊരു സ്ഥാനമുണ്ട്. പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണമെന്നാ പറയുന്നത്. നമ്മുടെ ആരാധനയിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരു സ്ഥാനമുണ്ട്. ഈ രാവിലെ സമയം നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും നമ്മുടെ ആരോഗ്യവും എല്ലാം
ദൈവത്തിനായിട്ട് നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിനു സ്തോത്രം. ഞാൻ ഇനിയും കൂടുതൽ ആരാധനയെ കുറിച്ച് പറഞ്ഞു പോകുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. വാട്ട് ഈസ് എ ടെമ്പിൾ? ഒരു ആരാധനാലയം എന്ന് പറഞ്ഞാൽ എന്നാ? ആരാധനയെ കുറിച്ച് നമ്മൾ ചില ചിന്തകൾ മാത്രം ചിന്തിച്ചു. അടുത്തത് നമ്മുടെ വിഷയം ആരാധനാലയ പ്രതിഷ്ഠയാണ്. എന്നാൽ ഇതെന്താണെന്നൊന്ന് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. അന്നേരം ആരാധനാലയം എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. ലിറ്ററലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള മതപരമായ ഒരു കെട്ടിടമാണ്. ക്രിസ്ത്യാനികൾക്ക് ഒരു ആരാധനാലയമുണ്ട്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു ആരാധനാലയമുണ്ട്, ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരു ആരാധനാലയമുണ്ട്. ലോകത്തിലുള്ള എല്ലാ റിലീജിയസ് പീപ്പിളിനും ഒരു റിലീജിയസ് ബിൽഡിംഗ് ഉണ്ട്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട രണ്ട് ആരാധനാലയങ്ങളായിരുന്നു. ഒന്ന്, ദൈവം അവരുടെ നടുവിൽ വസിക്കുവാൻ ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് ബസലേലും ഒഹോലിയാവും മോശയുടെ നിയോഗപ്രകാരം, മോശയുടെ അഡ്വൈസ് അനുസരിച്ച് പണിത സമാഗമന കൂടാരം അല്ലെങ്കിൽ ടാബർനക്കിൾ. ഏതാണ്ട് 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് സമാഗമന കൂടാരം ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. സമാഗമന കൂടാരം കാണുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ നടുവിലുണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ചു വിട്ടേര്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 8. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 25-ന്റെ 8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ, അങ്ങനെ ആരാധനാലയത്തിന്റെ പ്രത്യേകത എന്താ? ദൈവം തന്റെ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വസിക്കണം എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ആരാധനാലയം. അല്ല, സഭകൾ എന്ന് പറഞ്ഞാൽ ശവക്കോട്ടയുടെ കാര്യം തീരുമാനിക്കാനും പിന്നെ അതുപോലുള്ള മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല ആരാധനാലയം. ആരാധനാലയം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ളതാ. ഒരു സ്തോത്രം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. മാത്രമല്ല സമാഗമനോട് കൂടാരം കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾക്ക് പിന്നെ കിട്ടിയ ആരാധനാലയമാണ് യെരുശലേം ദേവാലയം, അല്ലെ ശലോമോന്റെ ദേവാലയം എന്ന് പറയും. ആ ശലോമോന്റെ ദേവാലയത്തിന് പിന്നെ ഒരുപാട് റിനോവേഷൻ ഒക്കെ വന്നു. പല പ്രാവശ്യം അതിന് നഷ്ടപ്പെട്ടു പോയി, മലിനമാക്കപ്പെട്ടു. അത് വേറെ വിഷയം. പക്ഷെ ഇസ്രായേൽ മക്കൾ വളരെ താല്പര്യത്തോടെ ദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലമാണ് സമാഗമന കൂടാരവും ശലോമോന്റെ ദേവാലയം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കും. സ്തോത്രം. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടത്തിന് പ്രാധാന്യതയില്ല. പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നത്, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല. എന്നിട്ട് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 3-ന്റെ 16 പറയുകയാണ്,
യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന് സ്തോത്രം. നോക്കണേ, പഴയ നിയമ കാലഘട്ടങ്ങളിലെ ആരാധനാലയം, സ്തോത്രം, കെട്ടിടത്തിന് പ്രാധാന്യത നൽകിയിരുന്നുവെങ്കിൽ കൃപായുഗത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് കെട്ടിടത്തിനല്ല ദൈവം പ്രാധാന്യത കൊടുക്കുന്നത്. വഴിയരികിൽ ആരാധിച്ചാലും, മരച്ചോട്ടിൽ ആരാധിച്ചാലും, വില്ലകളിൽ ആരാധിച്ചാലും, ഫ്ലാറ്റുകളിൽ ആരാധിച്ചാലും, സഭാഹോളുകളിൽ ആരാധിച്ചാലും ദൈവം ആരാധനാലയമായി പ്രധാനമായി കാണുന്നത് അതിനകത്ത് കൂടി വരുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന ജീവനുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദൈവമക്കളെയാണ്. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഇനിയും നമ്മളിപ്പം രണ്ട് കാര്യം ചിന്തിച്ചു. എന്താ? ഒന്ന്, ആരാധന എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു. രണ്ട്, ആലയം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു. ഇനി പ്രതിഷ്ഠ അല്ലെങ്കിൽ അതിന്റെ സമർപ്പണം, ഇംഗ്ലീഷിൽ ഡെഡിക്കേഷൻ എന്ന് പറയും. ഡെഡിക്കേഷൻ എന്താ? ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ, സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് സാക്രിഫൈസിങ് ഡിവോഷൻ ആൻഡ് ലോയൽറ്റി. ദൈവത്തിന് സ്തോത്രം. അന്നേരം ഒരു കാര്യത്തോടുള്ള കൂറും അത് നിർവഹിക്കാനുള്ള സ്വയം ത്യാഗവും ആണ്. എന്തിനു വേണ്ടിയാ? ഫോർ ഗോസ്പൽ വർക്ക്. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു കൂറ്, അത് നിർവഹിക്കാനുള്ള സെൽഫ് സാക്രിഫൈസ്, സ്വയം ത്യാഗം ചെയ്യുക. നമ്മൾ പാടുമല്ലോ, ഒരു കൈത്തിരി പോൽ എരിഞ്ഞ് ഞാൻ, അല്ലേ? ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള പാട്ടിന്റെ അവസാനത്തെ സ്റ്റാൻസയാണ്, ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ ഒരു കൈത്തിരി പോലെ എരി. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കർത്താവിന് വേണ്ടി ഞാൻ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. അത് ചിലപ്പം പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിരിക്കാം. എനിവേ, സ്തോത്രം. നല്ല സമർപ്പണത്തോടുകൂടി നാം ദൈവസന്നിധിയിലായിരുന്നെങ്കിൽ മാത്രമേ അർത്ഥപൂർണമായ ലക്ഷ്യത്തിൽ നമുക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ആരാധനാലയം നമ്മൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, അതിനകത്ത് നടക്കേണ്ടത് പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ പറയാം, ആരാധനാലയം എന്ന് പറയുന്നത് ആരാധനയ്ക്കുള്ള ഒരു ഇടമാണ്. നമ്മൾ വളരെ പരിപാവനമായി കാണുന്നതാണ് നമ്മുടെ വിശുദ്ധ സഭായോഗം. ഞായറാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ഒക്കെ അനേക വിശുദ്ധന്മാര് തലേ ദിവസം മുതലേ ഒരുങ്ങി ഒരു ഉത്സവം പോലെ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ കൂടിവരവുകൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്നേരം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള ഒരു ഇടമാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 84-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ആരാധിക്കുന്ന ഇടം? ഇറ്റ് ഈസ് അമേസിംഗ് ഓർ സോ ബ്യൂട്ടിഫുൾ. സ്തോത്രം. നമ്മൾ പാടുവല്ലോ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ചേർന്ന് പാടണം. ഹമനോഹേരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ഹമനോഹേരം
യാഹേ നിന്റെ ആലയം എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേയൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേയൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ വേണം നാം ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുവാൻ. ദൈവന് സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഒരു വീടിന്റെ പ്രതിഷ്ഠയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഭവനത്തിലേക്കുള്ള എൻട്രി, 2 അടുക്കളയിൽ തീ കത്തിക്കുന്ന ശുശ്രൂഷ, 3 ഭവനത്തിന്റെ പ്രതിഷ്ഠ. ഇത് 3 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ആലയ പ്രതിഷ്ഠയ്ക്ക് 2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ആലയത്തിലേക്കുള്ള പ്രവേശനം. 2, പണിയപ്പെട്ടിരിക്കുന്ന ആലയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. സഭാഹോളിന് അടുക്കളയില്ല, അവിടെ തീ കത്തിയുടെ പരിപാടിയൊന്നുമില്ല. ദൈവന് സ്തോത്രം. ഇനി അതിന്റെ പ്രായോഗിക വശത്തേക്ക് വരിക. പുതുതായി പണി കഴിപ്പിച്ചിരിക്കുന്ന ആരാധനാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി അല്ലെങ്കിൽ സമർപ്പണത്തിനായിട്ട് വന്നവർ പ്രധാന വാതിലിന്റെ വെളിയിൽ വന്ന് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. സഭാ ശുശ്രൂഷകൻ പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് ഒരു സ്തോത്രഗീതം പാടണം. ആരാധനാലയത്തിന് പ്രതിഷ്ഠ ശ്രദ്ധിക്കണം. അന്നേരം ആ ശുശ്രൂഷയ്ക്ക് വന്ന ദൈവമക്കൾ സഭാഹോളിന്റെ പ്രധാന വാതിലിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ട് സ്തോത്രം, കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് ഒരു സ്തോത്രഗീതം പാടും. സ്തോത്രം. വന്ദനമേ യേശു രക്ഷകനൻ നായകൻ എന്നുള്ള പാട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള എത്രയോ നല്ല നല്ല പാട്ടുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നേരം ആ പാട്ട് പാടിയിട്ട് ഈ ആലയം പ്രതിഷ്ഠിക്കാൻ വേണ്ടി വന്ന ദൈവദാസൻ ചില വാക്കുകൾ അവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോടും അവിടുത്തെ ഈ പണി കഴിപ്പിച്ച ദൈവ വിശ്വാസികളുണ്ടല്ലോ അവരോടും ചില വാക്കുകൾ പറഞ്ഞതിന് ശേഷം 100-ാം സങ്കീർത്തനം വായിക്കണം. അവിടെ കയറി 90-ാം സങ്കീർത്തനം ഒന്നും വായിച്ചേക്കരുത്. ചിലർക്ക് അറിയത്തില്ല മരണവീട്ടിൽ വായിക്കേണ്ട സങ്കീർത്തനം ഏതാ, വീട് പ്രതിഷ്ഠയ്ക്ക് വായിക്കേണ്ട സങ്കീർത്തനം എന്നാ, സഭാപ്രതിഷ്ഠയ്ക്ക് വായിക്കേണ്ട സങ്കീർത്തനം, ഇതൊന്നും അറിയത്തില്ല. കിട്ടുന്ന ഒരു സങ്കീർത്തനം എല്ലാം വചനമാണെന്ന് പറഞ്ഞു വായിക്കും. അങ്ങനെയല്ല. തിരുവചനം പഠിച്ചാൽ ഓരോരോ സന്ദർഭങ്ങളിലേക്കും ആ വായിക്കാനുള്ള ക്രമീകരണത്തിലാണ് പരിശുദ്ധാത്മാവ് വചനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. അന്നേരം 100-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സഭാ ശുശ്രൂഷകൻ, ആ ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ, ആ ആലയത്തിന്റെ താക്കോൽ പ്രധാന ശുശ്രൂഷകന്റെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് പ്രധാന ശുശ്രൂഷകൻ ആ താക്കോൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറയണം: ഈ ദേശനിവാസികളായ ദൈവജനത്തിന്റെ കൂട്ടായ പരിശ്രമം മൂലം ഉയർന്നു വന്ന ഈ ആരാധനാലയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ തുറന്നു കൊടുക്കുന്നു. ഈ പ്രസ്താവനയ്ക്ക് ശേഷം
ദൈവദാസൻ അകത്ത് പ്രവേശിച്ചിട്ട് പുറത്തു നിൽക്കുന്നവരോട് പറയണം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അകത്തേക്ക് വരിക എന്ന് ആഹ്വാനം ചെയ്യണം. അന്നേരം ദൈവജനം, പുറത്തു നിന്ന് ദൈവജനം ആരാധനാലയത്തിലേക്ക് സ്തോത്രം പാടിക്കൊണ്ട് പ്രവേശിക്കണം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ, അനുദിനാമവൻ ചെയ്ത നന്മകൾ അനൽപമോ മനം മറക്കുമോ. അങ്ങനെ മനോഹരമായ പാട്ട് പാടി ആലയത്തിലേക്ക് പ്രവേശിക്കണം. അന്നേരം ഇത് ഇത്രയാകുമ്പോൾ സഭാഹോളിന്റെ ആദ്യത്തെ ആ ശുശ്രൂഷ അവിടെ തീരുകയാണ്. എൻട്രി, സഭാഹോളിന്റെ പ്രവേശനം അവിടെ തീരുകയാണ്. പിന്നെ നടക്കുവാൻ പോകുന്നത് ആലയത്തിന്റെ പ്രതിഷ്ഠാ കർമ്മമാണ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ ശുശ്രൂഷകന്മാരിൽ ഒരാൾ, പല ദൈവദാസന്മാരോടെ കാണുമല്ലോ, ശുശ്രൂഷകന്മാരിൽ ഒരാൾ 118 സങ്കീർത്തനം ഗാനപ്രതി ഗാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ജീസസ്. അതിനുശേഷം പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. ആദ്യം സഹോദരിമാരിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കൊടുക്കണം. പിന്നെ സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കൊടുക്കണം. ഒടുവിൽ ദൈവദാസന്മാരിൽ ഒരാള് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറയണം. എന്നിട്ട് ആ ഡെഡിക്കേഷൻ സെർമണിയുടെ അധ്യക്ഷൻ ഒരാമുഖ പ്രസംഗം നടത്തണം. തുടർന്ന് വിശിഷ്ട അതിഥികളെ പരിചയപ്പെടുത്താനും വന്നിരിക്കുന്ന ജനത്തെ സ്വാഗതം ചെയ്യുവാനുമായി സഭയുടെ ചുമതലപ്പെട്ട ഒരാൾ, കമ്മിറ്റി മെമ്പറോ അല്ലെ സഭയിലെ പ്രധാനപ്പെട്ട പക്വതയുള്ള ഒരു വിശ്വാസിയോ മുന്നോട്ട് വരണം. ഇതെല്ലാം നേരത്തെ പറഞ്ഞ് ക്രമീകരിക്കണം. ചിലരെ കണ്ടിട്ടുണ്ട്, ആ ബ്രദർ മുന്നോട്ട് വന്ന് 2 വാക്ക് പറഞ്ഞാണ്ട് അന്നേരം എന്ത് പറയണമെന്ന് അറിയാതായിപ്പോകും. ഇതിൻ്റെ ഒരു അനേകര് കൂടുന്ന പ്രധാനപ്പെട്ട ഒരു സെർമണിയിൽ സ്തോത്രം 2 വാക്ക് ആശംസ പറയാനായാലും അല്ലെങ്കിൽ സ്വാഗതം പറയാനാണെങ്കിലും എന്തെങ്കിലും ഒക്കെയുള്ള ശുശ്രൂഷകളുടെ പാർട്ടിസിപ്പേഷൻ കിട്ടുന്ന പ്രിയപ്പെട്ടവരോട് നേരത്തെ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കണം. അവരൊന്ന് ഒരുങ്ങിക്കോട്ടെ. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വിശിഷ്ടാദികളെ പരിചയപ്പെടുത്തുവാനും സ്വാഗതം ആശംസിക്കാനും സഭയുടെ ചുമതലയിൽപ്പെട്ട ഒരാൾ മുന്നോട്ട് വന്ന് ഈ ശുശ്രൂഷകൾ അവിടെ ചെയ്യണം. തുടർന്ന് സെക്രട്ടറിക്ക്, സഭാ സെക്രട്ടറിക്ക് ഒരു ദൗത്യമുണ്ട്. ദൈവസഭയുടെ റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിക്കണം. ഇത് സഭാ ഹാളിന്റെ പ്രതിഷ്ഠയാണ്, വീടിന്റെ പ്രതിഷ്ഠയല്ലെന്ന് ഓർക്കണം. സ്തോത്രം. അന്നേരം സഭാ സെക്രട്ടറിക്ക് ചില കാര്യങ്ങൾ ജനത്തെ ബോധ്യപ്പെടുത്തണം. ഈ സഭയുടെ തുടക്കം, അവിടെ കഴിഞ്ഞ ഈ ആലയം ലഭിക്കുന്നതിന് മുമ്പ് അവിടെ ശുശ്രൂഷിച്ച ശുശ്രൂഷകന്മാര് ചിലപ്പോൾ പല സ്ഥലങ്ങളിലായിരിക്കുമല്ലോ ആരാധനയൊക്കെ നടന്നു പോകും. ചിലപ്പം ഏതെങ്കിലും കൊച്ചു വീട്ടിലോ അല്ലെങ്കിൽ സ്ഥലത്തോ ആയിരിക്കും. എന്നിരുന്ന സഭാ ആരാധന നടന്നു വന്നിരുന്ന സ്ഥലങ്ങൾ, അതിന് ചുമല് കൊടുത്ത പ്രധാന വ്യക്തികൾ, ഇവരെയൊക്കെ മെൻഷൻ ചെയ്യണം. ഇവരെയൊക്കെ പരാമർശിച്ച് ചില കാര്യങ്ങൾ പറയണം. എന്നിട്ട് സഭാ ഹാളിന്റെ ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു കെട്ടിടം പണിയാൻ
ലഭിച്ച ആ തുക, വരവും ചെലവും എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, ഒരു സംക്ഷിപ്ത വിവരം. ഈ ആരാധനാലയത്തിന് ഇത്ര രൂപ ദൈവം തന്നു, ഇത്ര രൂപ അതിന് ചെലവഴിച്ചു, മനസ്സിലായോ? അത് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നാളെ അങ്ങോട്ട് ഇറങ്ങി പറയും, ചിലപ്പോൾ 50 ലക്ഷം ആണെങ്കിൽ പറയൂ 2 കോടിയുടെ ഹോളാ അവിടെ പണിത്, മനസ്സിലായി, കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടാണെന്നൊക്കെ പറയും. അന്നേരം കൃത്യമായ ഒരു ധാരണ ജനത്തിന് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. തുടർന്ന് സമയത്തിന്റെ പരിധിയിൽ ചിലരെ കൊണ്ട് വചന ശുശ്രൂഷ ചെയ്യിപ്പിക്കണം. സഭാ ഹോളാകുമ്പം പലര് കാണും. അത് ആ പരിധിയിൽ അവരോട് പറയണം, പാസ്റ്ററെ ഇന്ന് 5 മിനിറ്റ് അല്ലെ 10 പറഞ്ഞ് ആ സമയ പരിമിതിയിൽ ചിലരെ കൊണ്ട് വചന ശുശ്രൂഷ ചെയ്യിപ്പിക്കണം. വചന ശുശ്രൂഷയ്ക്ക് ശേഷം സമർപ്പണ ശുശ്രൂഷയ്ക്കായി ഒരു ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഇതൊക്കെ നല്ല സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്യേണ്ട ശുശ്രൂഷകളാണ്. ദൈവത്തിന് സ്തോത്രം. ഒക്കുന്ന പോലെ ഒത്തതുപോലെ ചെയ്യാനുള്ളതല്ല ഈ ശുശ്രൂഷകളൊക്കെ. അതിനൊരു ക്രമമുണ്ട്. പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുകയാണ്, സകലവും ക്രമവും ഉചിതവുമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പിന്നാണ് ഇനിയിപ്പം പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് വരികയാണ്. ഹൗ ടു ഡെഡിക്കേറ്റ്. എപ്രകാരമാണ് സഭാ ഹോള് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒത്തിരി നല്ല നല്ല പാട്ടുകളുണ്ട്. ആ പാട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് പാടണം. ഇത്രത്തോളം യഹോവ സഹായിച്ചെന്നോ, ഞാൻ മുമ്പ് പറഞ്ഞ് പാടിയ പാട്ടോ, ഹാ മനോഹരം എന്നുള്ള പാട്ടോ, എന്തെങ്കിലുമൊക്കെ സേനയിൽ അധിപൻ എന്നുള്ള പാട്ടൊക്കെ പാടാം. സ്തോത്രം. പാട്ട് പാടിക്കഴിഞ്ഞ് പ്രധാന ശുശ്രൂഷകൻ 133 സങ്കീർത്തനവും 134 സങ്കീർത്തനവും ഒരുമിച്ച് വായിക്കും. ആ സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? 133 134. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്കു തന്നെ ഒഴുകുന്നതായി, അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ ചെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവൻ. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തെങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നീ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ 133 134 സങ്കീർത്തനങ്ങൾ വായിക്കണം. വായിച്ചിട്ട് തുടർന്ന് എല്ലാവരും അവരാരാധിക്കാൻ പോകുന്ന ആ ആലയം, ദൈവം തന്ന ആ നന്മയോർത്ത് എല്ലാവരും കരങ്ങൾ ഉയർത്തി ആത്മാവിൽ അല്പസമയം സ്തുതിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആരാധനാലയമൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഞങ്ങൾ ഈ ഫുജറയിൽ വന്നപ്പം ഒരുപാട് ക്ലേശം അനുഭവിച്ചു. ഗവൺമെന്റ് അംഗീകൃത ഒരു ആരാധനാലയം ഇല്ലാത്തത് കൊണ്ട് കുറച്ചു നാളൊരു വ്യവസായ മേഖലയിലുള്ള ഒരു ഹോളിനകത്ത് ആരാധിച്ചു. പിന്നെ മാറി മാറി ചില ഹോട്ടലുകളിൽ ആരാധിച്ചു. അത് ഗവൺമെന്റ് നിരോധിച്ചപ്പോൾ സഭായോഗം നിന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാൻ ഭാരപ്പെട്ടപ്പോൾ 3 ആഴ്ച ഒരു CSI പള്ളി ഞങ്ങൾക്ക് ആരാധിക്കാൻ അവസരം തന്നു. സാധാരണ അങ്ങനെ കൊടുക്കുകയല്ല. ദൈവം നമുക്കായി പ്രവർത്തിച്ചു.
അതിനുശേഷം ഒരു ഈവന്റ് മാനേജ്മെന്റ് ഹാള് ഏതാണ്ട് 2 വർഷത്തോളം ദൈവം തന്നു. ഞങ്ങൾ കൂട്ടായി പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്ന കർത്താവേ, ദുബൈയിലെ പോലെ, അബുദാബിയിലെ പോലെ, റാസൽ കൈമയിലെ പോലെ, ഷാർജയിലെ പോലെ ഒരു ആരാധനാലയം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പേടിക്കാതെ ആരാധിക്കാമല്ലോ. കർത്താവിന്റെ കൃപയാൽ സ്തോത്രം, ദൈവം അതിന് അവസരമൊരുക്കി. സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച് കോംപ്ലക്സ് ദൈവം തരുവാനിടയായി. അതിന് നേതൃത്വം കൊടുക്കുന്ന ജോജി ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാതൊരു ഭയവും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടെ ലീഗലായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം തന്നു. സ്തോത്രം. അതിനകത്ത് കയറുമ്പോൾ എപ്പോഴും ഒരു സ്തോത്രം പറയാതെ പോകാൻ പറ്റിയല്ല. അതുപോലെ സ്തോത്രം, നിങ്ങളൊക്കെ ആരാധിക്കുന്ന സഭാഹോൾ, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭാഹോൾ ദൈവം തന്നതോർത്ത് ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഇതൊന്നും ചുമ്മാതെ കിട്ടിയതല്ല. അനേകരുടെ കണ്ണുനീര്, അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ പണം, അനേകരുടെ ആരോഗ്യം ഒക്കെ അതിന്റെ പിന്നിൽ ചെലവായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പലർക്കും അറിയത്തില്ലെങ്കിൽ പലരും വന്ന് ആരാധിച്ചിട്ടങ്ങ് പോകുന്നതേ ഉള്ളൂ. എന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആത്മാവിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആ സമയത്ത് ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. അന്നേരം ഈ സഭാപ്രതിഷ്ഠയ്ക്ക് ഒരു പ്രോഗ്രാം ഷീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാ അതങ്ങ് പറയല്ല. ആ ഷീറ്റ് അതനുസരിച്ചുള്ളതായ കാര്യങ്ങൾ അവിടുത്തെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ അത് ചെയ്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് മെയിൻ ശുശ്രൂഷകൻ, ആലയം പ്രതിഷ്ഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മെയിൻ ശുശ്രൂഷകൻ, അത് സെൻട്രൽ പാസ്റ്ററോ അല്ലെങ്കിൽ ചർച്ചിന്റെ മെയിൻ പ്രസിഡന്റോ അല്ലെങ്കിൽ അതിഥിയായി വിളിച്ചു വരുത്തി മറ്റേതെങ്കിലും ദൈവദാസനോ കുറഞ്ഞ പക്ഷം 30 മിനിറ്റെങ്കിലും ദൈവവചനോടെ ശുശ്രൂഷിക്കണം. 30 മിനിറ്റ്. സ്തോത്രം. അത് അദ്ദേഹത്തിന്റെ വന്ന ദൈവാസന്റെ അവകാശമാണ്. സ്തോത്രം. ആമേൻ. അന്നേരം ഈ ശുശ്രൂഷയിൽ പറയേണ്ട വിഷയങ്ങൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, ഒന്ന് മോശയുടെ ആലയത്തെ കുറിച്ച് പറയണം. അതായത് മോശയുടെ ആലയം എന്തുവാണ്? സമാഗമന കൂടാരം. സ്തോത്രം. സമാഗമന കൂടാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ആലയത്തെ പോലെ സ്ഥിരമായ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല. ഞാൻ സമാഗമന കൂടാരത്തിന്റെ വിഷയം പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഇറ്റ് ഈസ് എ മൊബൈൽ വർഷിപ്പ് പ്ലേസ്. ഇത് ചലിക്കുന്ന ഒരു ആരാധന സ്ഥലമാണ്. മേഘം പോകുന്നതനുസരിച്ച് ഇസ്രായേൽ മക്കൾ അവിടെ പാളയം മാറ്റിയടിക്കും. ആ സമയത്ത് ഈ സമാഗമന കൂടാരവും അവിടുന്ന് എന്ത് ചെയ്യും? അതിന് ഉത്തരവാദിത്തപ്പെട്ടവര്, ലേവി ഗോത്രക്കാര് ആ സമാഗമന കൂടാരത്തിന്റെ പലകകളും കുറ്റികളും മറശീലകളും തിരശീലകളും അതിനകത്തുള്ള ഉപകരണങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് പോകും. സ്തോത്രം. കാളവണ്ടിയെ കൊണ്ടുപോകേണ്ട ഉപകരണങ്ങളുണ്ട്, തോളിൽ ചുമക്കേണ്ട ഉപകരണങ്ങളുണ്ട്, അങ്ങനെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി സമാഗമന കൂടാരം മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പണിതതല്ല. അത് ഇസ്രായേൽ മക്കളെ യാത്ര എങ്ങോട്ടോ അതനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അത് മാത്രമല്ല, ആ കൂടാരം പണിയാൻ സ്തോത്രം പഞ്ഞിനൂല് തുടങ്ങി രത്നം വരെയുള്ള പല മെറ്റീരിയൽസ് ആവശ്യമായിരുന്നു. പല വർണ്ണങ്ങളുള്ള നൂല് വേണമായിരുന്നു. വിളക്ക് കത്തിക്കാൻ എണ്ണ വേണമായിരുന്നു. സ്തോത്രം. കതിരുമരം വേണമായിരുന്നു, വെള്ളി വേണമായിരുന്നു, പൊന്ന് വേണമായിരുന്നു, രത്നം വേണമായിരുന്നു.
സ്തോത്രം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. താമ്രം വേണമായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സമാഗമന കൂടാര പണിക്ക് ആവശ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഈ ഇത്രയും വില കൂടിയ വസ്തുവകളൊക്കെ കൊണ്ടാണ് സമാഗമന കൂടാരം പണിതെങ്കിലും ഇതൊന്നും ജീവനുള്ള വസ്തുക്കളല്ലായിരുന്നു. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. സ്തോത്രം. ഇതൊന്നും പലരും തോളിൽ ചുമന്നും വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഇതൊന്നും ജീവനുള്ള മെറ്റീരിയൽസ് അല്ല. ഇനി രണ്ടാമത്തെ ആലയം ശലോമോന്റെ ആലയമാണ്. പ്രധാന ശുശ്രൂഷ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അല്പം വിശദീകരിക്കണം. 2 ദിനവൃത്താന്തം 2:14 വായിച്ചു വിടാമോ? 2 ദിനവൃത്താന്തം 2:14. അവൻ ഒരു ധാന്യ സ്ത്രീയുടെ മകൻ. അവന്റെ സോറി 2 ദിനവൃത്താന്തം 7:1 വായിച്ചോ. ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ ഇതാണ് ശലോമോന്റെ ദേവാലയം. ഈ ശലോമോന്റെ ദേവാലയം ഫിക്സഡ് ടെമ്പിൾ ആയിരുന്നു. ഒരിടത്ത് സ്ഥിരമായി നിർമ്മിച്ച ആലയമായിരുന്നു. അതിന് മൂവ്മെന്റ് ഇല്ല. അത് എടുത്തോണ്ട് പോകാനൊക്കത്തില്ല. സമാഗമന കൂടാരം മൂവ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ശലോമോന്റെ ആലയം അത് ഫിക്സഡ് ആയിരുന്നു. മനസ്സിലായോ? മൂവബിൾ അല്ല, അത് ഇമ്മൂവബിൾ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രധാനമായി സമാഗമന കൂടാരം പണിത വസ്തുക്കളെല്ലാം അതിനകത്തില്ല. പ്രധാനമായി കല്ലുകളും ദേവദാർ തടികളും അങ്ങനെയൊക്കെയുള്ള വസ്തുവകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യെരൂശലേം ദേവാലയം പണിതിരുന്ന വസ്തുവകകൾ അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ് എല്ലാം ജീവനില്ലാത്തതായിരുന്നു. മനസ്സിലായോ? സമാഗമന കൂടാരത്തിലെ വസ്തുവകൾ ജീവനില്ല. ശലോമോന്റെ ദേവാലയത്തിന് ജീവനില്ല. സ്തോത്രം. എന്നാൽ സഭയാമാലയം, അതുകൂടി കൂടെ നമ്മൾ പഠിച്ചു വിട്ടേ പറ്റൂ. സഭയാമാലയം 1 കൊരിന്ത്യർ 3:16 ഒരാൾ വായിച്ചേ. 1 കൊരിന്ത്യർ 3:16, അപ്പോസ്തലപ്രവൃത്തി 17:24 വേഗത്തിൽ വായിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? സ്തോത്രം. അന്നേരം നിങ്ങൾ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ സമാഗമന കൂടാരത്തെ പോലെ അല്ല, നിങ്ങൾ ശലോമോന്റെ ആലയത്തെ പോലല്ല. ഈച്ച് മെമ്പർ ഈസ് the temple of God. ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ മന്ദിരമാണ്. സമാഗമന കൂടാരത്തിലും ശലോമോന്റെ ആലയത്തിലും ദൈവത്തിന്റെ തേജസ് പൊതുവായി അവിടെ ഇറങ്ങി വസിച്ചപ്പോൾ ദൈവസഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവ പൈതലിലും പരിശുദ്ധാത്മാവ് വാസം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17:24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ആമേൻ. സ്തോത്രം. നമ്മൾ എത്ര രൂപ മുടക്കി പണിത സഭാഹോളാണ്, അതിനകത്തല്ല ദൈവം, നമ്മളിലാണ് ദൈവം വസിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കണം, നമ്മളിലാണ് വസിക്കുന്നത്. സ്തോത്രം.
1 തീമോഥെയോസ് 3:15 പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന വേദഭാഗം എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? നമ്മുടെ സഭായാം ദേവാലയത്തിൽ ദൈവമക്കളുടെ പ്രത്യേകതയോടെ പറയുന്നുണ്ട്. വായിക്കാം. താമസിച്ചു പോയാലോ ആ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ മതി നടക്കേണ്ടത് മതി. എങ്ങനെ ജീവൻ, ആ പദം മതി. ലിവിങ് ചർച്ച് ഓഫ് ഗോഡ്, ജീവനുള്ള ദൈവത്തിന്റെ സഭ. സ്തോത്രം. എത്ര പേർക്ക് പറയാൻ പറ്റും ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഒരു ആലയമാണ്? ഒന്ന് പറഞ്ഞേ നിങ്ങൾ. I am a temple of God. I am a temple of God. I am a temple of God. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് പ്രത്യേക ജീവനുള്ള ദൈവത്തിന്റെ. ജീവനില്ലാത്ത ഒത്തിരി ദൈവങ്ങളുണ്ട്. അവർ ഗാഡ് ഈസ് ലിവിങ് ഗാഡ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളിപ്പോൾ നമ്മളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിങ്ങളൊക്കെ ആയിരിക്കുന്നിടങ്ങളിലുള്ള ലോക്കൽ യൂണിറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. സ്തോത്രം. ലോക്കൽ ചർച്ചുകൾ, അത് IPC ആകട്ടെ, ഷാരോൻ ആകട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആകട്ടെ, AG ആകട്ടെ, ഇൻഡിപെൻഡന്റ് എന്തും ആകട്ടെ, അതൊക്കെ ലോക്കൽ യൂണിറ്റാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. അത് ഇൻവിസിബിൾ ആണ്. എല്ലാവരെയും ഒരുപോലെ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുകയില്ല. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കൂട്ടായ്മയിലെ കുറച്ചുപേരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ ഈ കോടാനുകോടി വിശുദ്ധന്മാരെ എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം ദൈവം തരും. സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ അന്നേരം ഉയർക്കും. ജീവനോടുള്ളവർ രൂപാന്തരപ്പെടും. അങ്ങനെ സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവരെ, ക്രിസ്തുവിൽ ഇപ്പോൾ ജീവിക്കുന്നവര്, ഇനിയും കർത്താവിനെ അറിയാനുള്ളവര്, അങ്ങനെ കോടിക്കണക്കിനുള്ള വിശുദ്ധന്മാരുടെ സമൂഹമാണ് ദൈവത്തിന്റെ സഭ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അന്നേരം നോക്കണം, ദൈവത്തിന്റെ സഭ നമ്മൾ ആരാധിക്കുന്നത് വിസിബിൾ ചർച്ചിലും, ദൈവത്തിന്റെ മൊത്തത്തിലുള്ള ദൈവമക്കളെ എടുക്കുമ്പോൾ അത് ഇൻവിസിബിൾ ചർച്ചാണ്. അത് എപ്പോഴും ഓർത്തോണം. സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്ത് പറഞ്ഞിട്ട് എല്ലാവരും ഇവരെ എഴുന്നേറ്റ് നിർത്തിയിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവദാസൻ ഇങ്ങനെ പറയണം. നമ്മൾ ആ ശുശ്രൂഷയിലേക്ക് വരികയാണ്. ദൈവജനത്തിനെ ഒരുമിച്ച് കൂടി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ സമയാസമയങ്ങളിൽ ശുശ്രൂഷകൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുവാൻ പണി കഴിപ്പിച്ച, അതേതാ സഭയുടെ പേര്? എബനേസറോ, മഹിനീയമെന്നോ, വിനിയലോ, ഗീഗോനോ, വാട്ടർ ഇട്ട് മേ ബി. സ്തോത്രം. ആ പേര് പറഞ്ഞിട്ട് പറയണം. ഈ ലോക്കൽ സഭയുടെ ആരാധനാലയം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ദൈവനാമ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കുന്നു. ആ പ്രതിഷ്ഠാ വാചകങ്ങൾ പറഞ്ഞതിനു ശേഷം തുടർന്ന് എല്ലാവരും ചേർന്ന് അല്പസമയം ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് എല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കണം. തുടർന്ന് ക്ഷണിക്കപ്പെട്ടവർക്ക് ആശംസ പറയാൻ അവസരം കൊടുക്കണം. പലരും പല ഭാഗത്തു നിന്നൊക്കെ വരുമല്ലോ. കഴിവതും എല്ലാവരെയും സഹകരിപ്പിച്ച് വേണം ഒരു ശുശ്രൂഷ ചെയ്യാൻ. ഇതിനോട് ബന്ധപ്പെട്ടതല്ലെങ്കിലും എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത പറയാം. എനിക്ക് 2 ഇളയ സഹോദരിമാരാണ്. അതിൽ മൂത്തവളുടെ
വിവാഹ നിശ്ചയത്തിന് അന്നിരുന്ന ലോക്കൽ പാസ്റ്റർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞാൻ ഒരുപാട് കർത്താവിന്റെ ദാസന്മാർ ആ വീട്ടിലുണ്ട്. ആർക്കും ഒരു വേദോത്സവം വായിക്കാനോ ഒരു പ്രാർത്ഥിക്കാനോ അവസരം കൊടുത്തില്ല. അദ്ദേഹം തന്നെ പ്രാർത്ഥിക്കുന്നു, വേദോത്സവം വായിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം പുള്ളി തന്നെ അങ്ങ് ചെയ്യുക. മനസ്സിലായോ? ദൈവം നമുക്ക് തരുന്ന ശുശ്രൂഷകളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. ഞാനിപ്പോൾ ഒരു ദൈവദാസന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തതുകൊണ്ട് എന്റെ ചാൻസ് എന്താ നഷ്ടപ്പെടുന്നത്? ഒന്നും നഷ്ടപ്പെടുകയില്ല. ചിലർ ഇപ്പോഴും കൊച്ചു മനസ്സും കൊണ്ട് നടക്കുക. സ്തോത്രം. അത് പാടില്ല. അന്നേരം ക്ഷണിക്കപ്പെട്ടവർക്ക് ആശംസ പറയാൻ അവസരം കൊടുക്കണം. തുടർന്ന് സഭയുടെ ചുമതലപ്പെട്ട ആരെങ്കിലും, കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ പ്രായമുള്ള അച്ചായനോ മൂപ്പനോ ആരെങ്കിലും വോട്ട് ഓഫ് താങ്ക്സ് പറയണം. എന്നിട്ട് പ്രാർത്ഥനയോടും ആസ്വാദത്തോടും കൂടെ പിരിയാൻ പറ്റും. ഇനിയും സ്തോത്രം. ഇതുകൊണ്ട് സഭ ചർച്ച് ഡെഡിക്കേഷൻ കഴിഞ്ഞു. ഇനിയും സഭയ്ക്കകത്ത് ആരാധിക്കുന്നവരാരായിരിക്കണം, അവരെ കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞേച്ച് നിർത്തുക. ദൈവത്തിന് സ്തോത്രം. ആര് വേണം ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ? 1 പത്രോസ് 1:2 വായിച്ചാട്ട്. 1 Peter chapter 1 verse 2. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. മതി. സ്തോത്രം. ഇതൊക്കെ തിയോളജിക്കൽ വാക്കുകളാണ്, പെട്ടെന്ന് വായിലൊക്കെ കിട്ടത്തില്ല. ഇതൊക്കെ എന്താ ചിന്തിക്കും? അന്നേരം ആരാധനാലയം അശുദ്ധന്മാർക്കുള്ളതല്ല, ജഡിയന്മാർക്കുള്ളതല്ല, പ്രാകൃതന്മാർക്കുള്ളതല്ല, പാപികൾക്കുള്ളതല്ല. ആരാധനാലയം, നമ്മൾ ദൈവമക്കളുടെ ആരാധനാലയത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആരാധനാലയം വിശുദ്ധന്മാർക്കുള്ളതാണ്. അവരുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവർ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. മനസ്സിലായോ? അന്നേരം ആലയത്തിൽ വരേണ്ടവരാരാണ്? അശുദ്ധരും അഴുക്കുള്ളവരും ഒന്നുമല്ല. ആലയത്തിൽ വരേണ്ടത് വിശുദ്ധന്മാരാണ്. ഇന്ന് ഈ രാവിലെ സമയം ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാനൊരു വിശുദ്ധനാണ്? നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച്, നിങ്ങളെല്ലാവരും ഞാൻ കാണുന്നില്ല, ദൈവം നിങ്ങളെ കാണട്ടെ, നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പറയാമോ, ഐ ആം എ സെയിന്റ്, ഞാനൊരു വിശുദ്ധനാണ്. സ്തോത്രം. ഞാൻ ആലയത്തിൽ പോകുന്നത് വിശുദ്ധിയോടെയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ദൈവം വിശുദ്ധിയിൽ അതിഭയങ്കരനാണ്. വെളിപ്പാട് പുസ്തകമൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നത്, സ്തോത്രം, അവൻ മോസ്റ്റ് ഹൈ എന്നാ പറയുന്നത്, അത്യുന്നതനായ ദൈവമാണ്. മോസ്റ്റ് ഹോളി എന്നാ പറയുന്നത്, അതിപരിശുദ്ധൻ. അതുകൊണ്ട് നമ്മൾ ചിലരൊക്കെ പ്രാർത്ഥിക്കും, പറയത്തില്ലേ, അതിപരിശുദ്ധനായ ദൈവമേ. അതിന്റെയൊക്കെ വാർത്ത അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് എനിക്കറിയത്തില്ല. അതിപരിശുദ്ധനായ ദൈവമേ, ആ അതിപരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ അങ്ങനുണ്ട്. വിശുദ്ധിയോടാണോ ആലയത്തിൽ വന്നിരിക്കുന്നത്? കള്ളം പറഞ്ഞിട്ടും മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്തിട്ടും ചതി കാണിച്ചിട്ടും നുണ പറഞ്ഞിട്ടും ഒക്കെ ആളുകൾ ആരാധനാലയത്തിൽ നിന്ന് കടന്നുകൂടുന്നുണ്ട്. പാസ്റ്റർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വിശ്വാസികൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. മനസ്സിലായോ? അത്രമാത്രം ആഴത്തിൽ അവരൊക്കെ വേരൂന്നിപ്പോയി. നമുക്കറിയാമല്ലോ, ചില വൃക്ഷങ്ങളൊന്നും പറിച്ചു കളയാതെ കർത്താവ് പറഞ്ഞ കൊയ്ത്തോളം നിന്നോട്ടെ, അത് പറിച്ചാൽ മറ്റുള്ളതിനും കേടുവരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും ചെയ്യാനൊക്കാതായിപ്പോയി.
മനസ്സിലായോ? അന്നേരം ആലയത്തിൽ വിശുദ്ധന്മാര് സ്തോത്രം വരണം. രണ്ടാമത് ആലയത്തിൽ വരേണ്ടത് ആരാണ്? 1 പത്രോസ് 1-ാം അധ്യായം 18-19. 1 പത്രോസ് 1-ാം അധ്യായം 18-19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം. നമ്മുടെ പേരെന്നാണ്? വീണ്ടെടുക്കപ്പെട്ടവര്. നമ്മളെ വീണ്ടെടുക്കുവാൻ ഒരു വീണ്ടെടുപ്പുകാരുണ്ടായിരുന്നു. പൊന്നും വെള്ളിയും തന്നല്ല നമ്മളെ വീണ്ടെടുത്തത്, യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം കൊണ്ടാണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. ആലയം ആർക്കുള്ളതാണ്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളതാണ്. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്? I am redeemed by the blood of Jesus Christ. Hallelujah. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ പാടുമല്ലോ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീൻ. അന്നേരം നമ്മൾ ആരാണ്? വീണ്ടെടുക്കപ്പെട്ടവരാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവളാണ്, വീണ്ടെടുക്കപ്പെട്ടവനാണ്? ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്നേരം സഭാഹോള് വിശുദ്ധന്മാർക്കുള്ളതാണ്. സഭാഹോള് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്കുള്ളതാണ്. ആ ബോധ്യത്തോടൊക്കെ ദൈവസന്നിധിയിൽ വന്നാൽ, ആലയത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷമായിരുന്നു. സ്തോത്രം. മൂന്നാമത് ആരാധനാലയം ആർക്കുള്ളതാണ്? 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. 1 പത്രോസ് 2-9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആമേൻ. സഭാഹോൾ ആർക്ക് വേണ്ടിയാ? രാജകീയ പുരോഹിത വർഗമായി തീർന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ്. രാജകീയ പുരോഹിത വർഗമാണ് അവിടെ ആരാധിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ അഹരോന്യ പാരമ്പര്യപ്രകാരമുള്ള പുരോഹിത വർഗമല്ലിത്. സ്തോത്രം. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള പുരോഹിതനായ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സ്തോത്രം, കർത്താവ് എന്നെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാക്കി. പഴയ നിയമത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പൗലോസ് ഒരുപാട് വർക്ക് ചെയ്തതാണ്. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ ദൈവം ശൗലിനെ സന്ദർശിച്ചിട്ട് ഒരു പുതിയ ശുശ്രൂഷയ്ക്കാക്കി. മറന്നുപോകല്ലേ, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. കാരണം നമ്മുടെ യേശു ക്രിസ്തു കിങ് ഓഫ് കിങ്സ് ആണ്, രാജാവാണ്. അവന്റെ ഡിസൈപ്പിൾസ് ആണ് നമ്മൾ ഓരോരുത്തരും. അവന്റെ ശുശ്രൂഷക്കാരാണ്. സ്തോത്രം. പഴയ നിയമ ശുശ്രൂഷ തേജസ് ഉള്ളതാണെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് തേജസ്സിന്മേൽ തേജസ് ഉള്ളതാണ്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ആരാധനാലയത്തിൽ വിശുദ്ധന്മാരുണ്ട്, ആരാധനാലയത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്, ആരാധനാലയത്തിൽ രാജകീയ പുരോഹിത വർഗമുണ്ട്. ഒരു കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യങ്ങൾ വായിച്ചാട്ടെ. അവിടെ ആരാധനാലയത്തിൽ വരുന്നവരാരാണ്? ഫിലിപ്പിയ ലേഖനം 3-20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അന്നേരം സഭാഹോളിൽ, ഈ പ്രതിഷ്ഠിച്ച ഹോളിലൊക്കെ
ദൈവത്തെ ആരാധിക്കാൻ വരുന്നവർ ആരായിരിക്കണം എന്നറിയാമോ? സ്വർഗീയ പൗരത്വമുള്ളവർ. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല. ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നൊരു കാര്യമല്ല പറയുന്നത്. സ്തോത്രം. ഉന്നതമായ കാഴ്ചപ്പാട്. ഞാൻ ഇവിടെ പരദേശിയാണ്, എനിക്കൊരു പൗരത്വമുണ്ട്, അവിടുന്ന് രക്ഷിതാവായ കർത്താവ് എന്നെ ചേർത്തുകൊള്ളും. അന്നേരം ഇവിടെ ആരെല്ലാം നമ്മളെ തള്ളിയാലും നമുക്ക് പൗരത്വമുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയൊരു നാടുണ്ട്. മനസ്സിലാക്കണം. പാട്ടുകാരൻ പാടുന്നല്ലോ, ശോഭയേറുന്നൊരു നാടുണ്ടത്, കാണമേ ദൂരവിശ്വാസത്താൽ, ആദൻ വാസം നമുക്കൊരുക്കി, അക്കരെ നിൽക്കുന്നു അക്കരെ. In the sweet by and by, we shall meet on that beautiful shore. ശോഭയുള്ള ഒരു നാടുണ്ട്. നമ്മളെ കാത്ത് അക്കരെ നിൽക്കുന്ന നമ്മുടെ ഒരു പ്രാണപ്രിയനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലുള്ള പല പൗരത്വവും ചിലർ റദ്ദി. ഇപ്പൊ അമേരിക്കയിൽ ഒരു മനുഷ്യൻ ചെന്നവിടെ പൗരത്വം കിട്ടിയാൽ, ഇന്ത്യക്കാരനാണെങ്കിൽ അവൻ അവിടുത്തെ വൃത്തികേട് കാണിച്ചാൽ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യും. മനസ്സിലായോ? പൗരത്വം റദ്ദി ചെയ്യുമ്പോൾ. എന്നാൽ സ്തോത്രം, വിശ്വസ്തയോട് നിന്നാൽ നമ്മുടെ പൗരത്വം ഒരിക്കലും റദ്ദി ചെയ്യപ്പെടുകയില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ഏവർക്കുമുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത്. വാക്കിൽ ദൈവസനെ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആരാധന, ആലയം, പ്രതിഷ്ഠ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി. ദൈവത്തോടുള്ള ആഴമേറിയ സ്നേഹവും ഉന്നതമായ നന്ദി പ്രകടനവുമാണ് ആരാധന എന്നുള്ളത്. ആലയം എന്നുള്ളത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് സമാഗമന കൂടാരവും ശലോമോന്റെ ദേവാലയം വളരെ പ്രസക്തിയുള്ളതായിരുന്നു. നമ്മെ സംബന്ധിച്ച് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങി വസിക്കുന്നതാണ്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, സമാഗമന കൂടാരം, അതിന്റെ ഉപകരണങ്ങളൊക്കെ, അതിന്റെ മെറ്റീരിയൽസ് എല്ലാം ജീവനില്ലാത്തതായിരുന്നു. അത് ശലോമോന്റെ ആലയവും അത് പണിയപ്പെട്ടിരിക്കുന്നത് ജീവനില്ലാത്ത വസ്തുവകളെ കൊണ്ടാണ്. എന്നാൽ പുതിയ നിയമസഭ എന്ന് പറയുന്നത് ജീവനുള്ള കല്ലുകളായ നമ്മെ കൊണ്ടാണ്. നമുക്ക് സ്തോത്രം ചലിക്കാൻ കഴിയും, നമുക്ക് ആരാധിപ്പാൻ കഴിയും, സ്തോത്രം ചെയ്യാൻ കഴിയും. നമ്മളിൽ ജീവനുണ്ട്, നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമസഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആരാധനാലയത്തിൽ വിശുദ്ധന്മാരുണ്ട്. ഈ ആരാധനാലയത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്. ഈ ആരാധനാലയത്തിൽ രാജകീയ പുരോഹിത വർഗമുണ്ട്. ഈ ആരാധനാലയത്തിൽ സ്വർഗീയ പൗരന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ സ്റ്റഡി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അടിയനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ലിങ്ക് നിങ്ങളുടെ സ്നേഹിതർക്കെല്ലാം അയച്ചു കൊടുക്കണം. അനേകര് കടന്നു ദൈവജനം പഠിക്കട്ടെ. സ്തോത്രം. ഒരു പൈസ ചെലവില്ലാതെ സ്തോത്രം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്തോത്രം. ദൈവജനം ധ്യാനിപ്പാനും പഠിക്കാനും ആരാധിപ്പാനും പ്രാർത്ഥിക്കാനും ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പ്രിയാൻഷനും എക്സമോളും ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം സ്തോത്രം ദൈവാസന്മാരും ഉണ്ടോ ഇതിനകത്ത് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനം ജോയ് ബ്രദറിന് പ്രാർത്ഥിക്കാമല്ലോ. ജോയ് ടി. ഓക്കെ. സ്തോത്രം. മക്കളെ പാടിക്കാം. Praise the Lord. Asana
ഡാൻസിലെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ജോയി ടി പ്രാർത്ഥിച്ചാട്ടെ. Praise the Lord. Hallelujah. 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹപ്പെട്ട പകൽക്കാലത്തിന്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുകയാണ് കർത്താവെ. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്ന് പകലും കർത്താവെ അവിടുത്തെ വചനം പഠിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ദാസനോട് ചേർന്നിരിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായി പിന്നെയും ദൈവത്തെ സ്തുതിക്കാവുന്നു. കർത്താവെ, ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു, വീണ്ടെടുത്തു. കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു. കർത്താവയുടെ മാന്യമായ ശുശ്രൂഷകൾക്ക് ഞങ്ങളെ ആക്കി വെച്ചല്ലോ കർത്താവ്. ഞങ്ങൾ കർത്താവ് വിശുദ്ധ ജനമാക്കി, ഞങ്ങളെ ശ്രേഷ്ഠ ജനമാക്കി, കർത്താവ് രാജകീയ പുരോഹിത വർഗമാക്കിയല്ലോ. അങ്ങയുടെ ശുശ്രൂഷയുടെ ഏറ്റവും മാന്യമായ നിലകൾ ചെയ്യേണ്ടതിന് കർത്താവ് വചനം അത് ഏറ്റവും നന്നായി പഠിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. കർത്താവ് ശുശ്രൂഷകൾ അതിൻ്റെ നിലകളിൽ ചെയ്യേണ്ടതിന് കർത്താവ് ഞങ്ങൾക്ക് അഭ്യസനം ആവശ്യമായിരിക്കുന്നത് കൊണ്ട് ദൈവം തരുന്ന ഈ അവസരത്തിനായും ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷകൾ കർത്താവ് അതിൻ്റെ നിലകളിൽ ചെയ്തെടുക്കേണ്ടതിന് കർത്താവ് ഇങ്ങനെ ഒരു അവസരം ദൈവദാസനിലൂടെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ ഈ ക്ലാസ്സിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേക ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ദൈവ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രത്യേക ഗാനങ്ങളെ പാടി നയിച്ച ദൈവ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്ലാസ്സുകളെ ഏറ്റവും അനുഗ്രഹമായ നിലകളിൽ കർത്താവ് ലീഡ് ചെയ്ത് അങ്ങയുടെ ശ്രേഷ്ഠഭൃത്യനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത് പഠിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കും, ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നു സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഹല്ലേലൂയ. ആലയ പ്രതിഷ്ഠയെ കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനായിട്ട് അറിയുവാനായിട്ട് ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മനസ്സിലാക്കാതിരുന്ന അനേക വിഷയങ്ങൾ, അനേക ഭാഗങ്ങൾ പിന്നെയും കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നല്ലോ കർത്താവെ. തുടർന്നുള്ള ക്ലാസ്സുകളും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. അടുത്ത സാറ്റർഡേയിലും ഇതേ സമയം നമുക്ക് ഈ തുടർന്നുള്ള പ്രായോഗിക ശുശ്രൂഷയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സ്നേഹിതരെ, വിശ്വാസികളെ, പാസ്റ്റർമാരെ ഒക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കുക. ദൈവം തന്നെ സഹായിക്കട്ടെ. ആസ്വാദത്തിനായ തലവ് കൊടുക്കാം. കർത്താവിന്റെ ദാസൻ ഫെയ്ത്ത് പാസ്റ്റർ ആസ്വാദം പറഞ്ഞാട്ടെ. അൺമ്യൂട്ട് ചെയ്തിട്ട് ഫെയ്ത്ത് പാസ്റ്റർ അൺമ്യൂട്ട് ചെയ്തിട്ട്. കേൾക്കാമോ പാസ്റ്ററെ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും കാവലും സൂക്ഷിക്കും കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്റെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. മഹത്വം. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരും. God bless you. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ജോൺസൺ CP എന്തുണ്ട്? ക്ഷേമമായിട്ടിരിക്കുന്നല്ലോ? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. നോഹബ്രദനെ ഒക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. നോഹബ്രദെ, സ്തോത്രം. എന്തോ ഇടയ്ക്കൊക്കെ എനിക്കൊരു ഹായ് ഒക്കെ അയക്കേ. ഒന്നും കേൾക്കുന്നില്ല. അതൊന്ന് മ്യൂട്ട് മാറ്റേ. മാറുന്നില്ല. മ്യൂട്ടൊന്നും മാറുന്നില്ല. അത് പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്നലെ വിളിക്കാനായിട്ട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് വിളിക്കായിരുന്നേ. എനിക്ക് എന്റെ 2-3 നമ്പർ ഉണ്ട്. ഏതാ എന്നാന്നൊന്നും എനിക്ക് അറിയത്തില്ല. അല്ല, ഇന്നലെയാണ് പറഞ്ഞു, ശിവ പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചില്ലെങ്കിലും ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അത് ഇടയ്ക്ക് വന്നെന്ന് വിചാരിച്ചു, വരണമെന്നൊക്കെ വിചാരിച്ചു, പറ്റില്ല പക്ഷേ. ഓക്കെ. നിങ്ങൾ കുടുംബമായിട്ട് ഒരു ദിവസം സെലിന് അടുത്ത മാസം വരത്തുള്ളൂ. നാട്ടിലാണ്. ആണല്ലേ? സെലിൻ വന്നിട്ട് വന്നാ മതി കേട്ടോ. ഓക്കെ. അങ്ങനെയൊക്കെ പോകുന്നു. ജോയ് ബ്രദർ സന്തോഷമായിരിക്കുന്നോ? ജോയ് പാസ്റ്റർ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. സന്തോഷമായിരിക്കുന്നു. നമ്മുടെ ചേർത്തല ജോയ് പാസ്റ്റർ അല്ലേ? അതെ. ഓക്കെ. ദൈവം മാനിക്കട്ടെ. സ്തോത്രം. അപ്പോ ഇത് വിളിക്കാം. ഓക്കെ. സുധാരൻ പാസ്റ്ററെ, ഒത്തിരി സന്തോഷം. ഈ രാവിലെ സമയം ഓക്കെ പാസ്റ്റർ. അതെ,
കർത്താവിന് ദാസ്യവും പ്രൈസ് ലോർഡ്. ദിവാസി ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം മോളെ. പ്രൈസ് ലോർഡ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. അന്നേരം എന്തുവാ യോശുവ അറിഞ്ഞ പോലെ ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ ഒരുമിച്ച് ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഷാജി പാസ്റ്ററെ ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ദൈവം മാനിക്കട്ടെ. ഞങ്ങള് പോവാ, വോട്ട് ചെയ്യാൻ പോവാ. ഇന്നാ ഇവിടുത്തെ ഞങ്ങളുടെ വോട്ട്. സ്തോത്രം. കാര്യമായിട്ട് ചെയ്തോണേ. ഓക്കെ. നോക്കാം. അതെ. ഓക്കെ മാസ്റ്റർജി. പ്രൈസ് എല്ലാവർക്കും സ്തോത്രം. പ്രൈസ് അല്ലോ. ആമേൻ ആമേൻ. ഷാജി പാസ്റ്ററെ ദൈവം സഹായിക്കട്ടെ. ഒത്തിരി സന്തോഷം. എല്ലാ ശനിയാഴ്ചയും സമയം ഉണ്ടെങ്കിൽ മറ്റു ശുശ്രൂഷ ഒന്നും ഇല്ലെങ്കിൽ കാരണം മറ്റുള്ളവർക്ക് ഈ ലിങ്ക് കൊടുക്കണം കേട്ടോ. ശരി പാസ്റ്ററെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. രാജൻ ജോൺ പാസ്റ്ററെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എവിടാ ഇപ്പം? മണക്കാല്. ചർച്ച എവിടാ? ചൂരക്കോട്. വീട്ടിൽ നിന്ന് പോയില്ലേ അല്ലേ? അല്ല, ഇപ്പം വൈഫ് വിടില്ലല്ലോ. മോന്റെ അടുത്തോട്ട്, ഇളവന്റെ അടുത്തോട്ട് പോയി. UK പോയോ? തന്നെ ഉള്ളൂ. ഞാനേ ഉള്ളു. അപ്പൊ ഞാൻ വീട്ടിൽ വരും. മാസം വിടാം. ഓക്കെ. നല്ല കാര്യം. വാസുടെ എന്നാ ഒറ്റയ്ക്കേ ഉള്ളു. ഒറ്റയ്ക്കേ ഉള്ളു. അമ്മ ഇവിടെ നാട്ടിലാണോ? നാട്ടില. അമ്മയ്ക്ക് അമ്മ വീണത് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് അടുത്ത മാസം വരും. അച്ഛൻ തന്നെ വീടല്ലേ? ഭാഷ തന്നെ വീടല്ലേ? അത്രേ ഉള്ളൂ. പിന്നെന്തുകൊണ്ട് വേറെ പാസ്പോർട്ടിനെ പോവാൻ UK? ഇല്ല, രണ്ടുകൂടെ പോകാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. ഓക്കെ. പോയിട്ട് വരട്ടെ. 4 മാസമായി പോയിട്ട്. 6 മാസം വിസ അല്ലേ? അതെ അതെ. സോദരം കേറിയിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഫാസ്റ്റ് ഞാൻ പണ്ടത്തെ ഇതാണ്. എന്നാ പിന്നെ ഇത് തുറന്നു വെച്ചിരുന്നെങ്കിൽ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഞാൻ ഇടയ്ക്കാ കയറിയത്. അതുകൊണ്ടാണ് പിന്നെ ചെയ്യാം. അതുകൊണ്ട് ഇടയ്ക്ക് കയറിയാലും ദൈവദാസന്മാരുടെ മുഖം കാണുമ്പോൾ തന്റെ ദാസന്മാർ മുഖം കണ്ട് ആരാധിക്കുന്നൊക്കെ അല്ലേ? എല്ലാ ദിവസവും ഈ മാസയോഗം ഉണ്ട്. ചില ശനിയാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. നമുക്ക് യൂട്യൂബിൽ ഇത് കിട്ടുമല്ലോ. യൂട്യൂബിൽ കിട്ടത്തില്ലേ? യൂട്യൂബിലുണ്ട്. എന്തോ അടിച്ചു കൊടുക്കണ്ടേ? പിൽക്കാലം. അതൊന്നുമല്ല. ഇത് ബൈബിൾ കോളേജുമായിട്ട് ബന്ധമുള്ളതല്ലോ. ഇത് ക്രിസ്ത്യൻ മിനിസ്ട്രി, ക്രിസ്ത്യൻ പാസ്റ്റർ ഞാൻ വേണമെന്ന് ഇത് ലിങ്ക് അയച്ചു തരാം. ഇത് അയച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യമായിരിക്കും. ആഷിൽ മോനെ പ്രൈസ് ലോർഡ്. എന്നാ വരുന്നേ? മെയ് 30-ന്. 30-ന് തിരിച്ച് 30 എന്തോ ഭയങ്കര ഹൗളി, എന്തോ ശല്യം ഉണ്ടല്ലോ. അന്നേരം മഴയുണ്ടോ? മഴയുണ്ട്. സോദരം ഇങ്ങോട്ട് മഴ കൊണ്ടുവരില്ലേ? ഇവിടെ ഞങ്ങൾ ഒരു പരുവത്തിൽ കേറിയിൽ ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. കേട്ടോ. ഓക്കെ. നീ വന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എല്ലാവർക്കും ടാറ്റ. ഓക്കെ. ഗോഡ് ബ്ലസ് യു.